ഒരു പ്രമുഖ യൂട്യൂബർ, ഒരു റൈറ്റ് വിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ട്രോങ് റൈറ്റ് വിങ് സ്പേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാജേഷ് നാഥൻ. രാജേഷ് നാഥൻ ജിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. എൻ്റെ ഭാര്യ ദീപയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, രാഹുൽ ഈശ്വർ ഇസ്ലാമായി മതം മാറിയോ, ദുരൂഹമായ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ബഹുമാന പുരസരം അദ്ദേഹത്തിനോടുള്ള വിമർശനവും അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ ഇങ്ങനെ അല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു അഭ്യർത്ഥനയും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്കെതിരെ ഒരുപാട് വിഷം തുപ്പിയ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചു വരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിനെയും അനുകൂലിച്ചുകൊണ്ട്, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ ആ ചടങ്ങിനെയും അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വർ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടായി. അപ്പോൾ പലരും നെറ്റിക്ക് വിളിച്ചു, ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ്, ഇയാൾ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, വളരെ വിചിത്രമായിട്ട് തോന്നുന്നു, നബിദിന റാലിയിൽ പോലും ഇയാളെ കാണാറുണ്ട് അവരുടെ കൂട്ടത്തിന്. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും മതസ്ഥർ ഈ നബിദിനം ഒന്ന് ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കാറ് പോലുമില്ല. ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തി അവർ കൂട്ടാറ് പോലുമില്ല. പക്ഷെ അപ്പോഴും അതാണ് ഭായി ഇന്ത്യൻ സംസ്കാരം. നബിദിന റാലിയിൽ രാഹുൽ ഈശ്വറിനെ എന്തിനാണ് ഗസ്റ്റായി വിളിക്കുന്നത്? ആ വിളിക്കുന്ന മുസ്ലിങ്ങളുടെ നന്മയും പോകുന്ന എന്റെ ബഹുസ്വര ബോധ്യവും അല്ലെങ്കിൽ മതസൗഹാർദ്ദ ബോധ്യവുമാണ്. നബിദിന റാലിയിൽ രാഹുൽ ഈശ്വറിനെ എന്തിനാണ് ഗസ്റ്റായി വിളിക്കുന്നത്? അത് നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ നാട്ടിലെ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ വരെ, നമ്മുടെ NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ വരെ സഹോദര സമുദായങ്ങളുടെ പരിപാടിയിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന്റെ കാരണം അതാണ് നമ്മുടെ ബഹുസ്വരതയുടെയും മതസൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനം. എന്തിനാണ് നബി ദിന റാലിയിൽ രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നതുകൊണ്ട് അത് പറയാണ്, അത് എന്റെ ഭാഗ്യമാണ്, എന്റെ അവസരമാണ്, അവരുടെ നന്മയാണ്. ാണോ അതോ ഇതിനകം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചോ എന്ന തരത്തിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണഗതിയിൽ മുഹമ്മദ് നബി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇയാൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്നത്, ഇയാൾ മുഹമ്മദ് സല്ലല്ലാഹു വസൈ അങ്ങനെ കൊണ്ടല്ലോ കുറെ നീട്ടി ഇങ്ങനെ പല മുസ്ലിങ്ങൾ പോലും പറയാറില്ല. പക്ഷെ ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ കൃത്യമായി ഞാൻ പറയും, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഞാൻ പണ്ട് യേശു ദേവൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, ഈ യേശു ദേവൻ എന്ന് പറയരുത്. ദേവൻ എന്ന വാക്ക്, ദേവൻ എന്ന് പറയുന്നത് തെറ്റുണ്ടെന്നല്ല, പക്ഷെ ദേവൻ എന്ന വാക്ക് ഈ ഹിന്ദുക്കൾ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ്. ഞങ്ങൾ ദൈവപുത്രനായ യേശുവായിട്ടാണ് കാണുന്നത്. അപ്പൊ യേശു ക്രിസ്തു എന്ന് തന്നെ പറയണം, യേശു ദേവൻ എന്നല്ല പറയേണ്ടത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് പറയും. അങ്ങനെ മാത്രമേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അതാണ് വിശ്വാസമെങ്കിൽ അത്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അതാണ് വിശ്വാസമെങ്കിൽ അത്. സിമിലർലി ഹരിഹരസുതൻ അയ്യപ്പൻ എന്റെ വിശ്വാസം അത്, ഭഗവാൻ ശ്രീരാമൻ എന്നുള്ളത് അത്. അങ്ങനെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പറയാവൂ എന്നുള്ളതാണ് നമ്മുടെ നന്മ, നമ്മുടെ ആദരം. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ എന്താ പറയണേ ബഹുസ്വരതയും നമ്മുടെ സാഹോദര്യവും ഊട്ടി ഉറപ്പിക്കുന്നത്. പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, മുഴുവൻ പേരായിട്ട് നമുക്കറിയില്ല എന്താണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അത് പേരല്ല, ഒരു സല്യൂട്ടേഷനാണ്. ഒരു പീസ് ബി അപ്പോൺ ഹിം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീസ് ബി അപ്പോൺ ഹിം. അതൊരു മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കാറുണ്ട് പോലും പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സംശയമാണ്. ഈ പ്രശസ്തമായിട്ടുള്ള ഒരു തന്ത്രി കുടുംബത്തിൽ അംഗമായിട്ടിരുന്നുകൊണ്ട് ഇയാൾ എന്താ ഈ കാണിക്കുന്നത് എന്ന തരത്തിൽ ആളുകൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇയാളുടെ കുറച്ച് വർഷം മുമ്പത്തെ ഒരു ഇടപെടൽ കുറച്ചുകൂടി ദുരൂഹമായിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ ഈ IS-ലേക്ക് കേരളത്തിൽ നിന്ന് മലയാളി പെൺകുട്ടികളെ കൊണ്ടുപോയ കേസുകൊണ്ട് അത് ഏതാണ്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, 100ഓളം പേര് ഈ കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്, ആണും പെണ്ണുമായിട്ട്. ആ കൂട്ടത്തിൽ തന്നെ നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെർലിൻ തുടങ്ങിയവരൊന്നും നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ നിരന്തരമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു വിവാദമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അത് തിരുവനന്തപുരത്തെ ഒരു ബേക്കറിയാണ്, ഒരു പിസ സ്ട്രീറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ഉടമയുടെ പേരിലാണ് ഇവർ ഈ എപ്പോഴും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ വഴിയാണ് അവരുടെ മോളായ ഈ നിമിഷയെ ഫാത്തിമയാക്കി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി സിറിയക്ക് കൊണ്ടുപോയി അവിടെ IS ചേർത്തതും പിന്നീട് അഫ്ഗാനിലെ ജയിലിലായിരുന്നൊക്കെ ഈ അമ്മയായ ബിന്ദു തന്നെ ആരോപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോണിയ സെബാസ്റ്റ്യന്റെയും മെറിന്റെയൊക്കെ ബന്ധുക്കളും ആരോപിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രത്യേക സ്ഥാപനം. ഈ സ്ഥാപനം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ അതിന്റെ ഉടമയ്ക്കെതിരെയും ഉടമയുടെ കൂടെയുള്ളവർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഈ രാഹുൽ ഈശ്വറുമായിട്ട് ഒരു ചെറിയ ബന്ധമാണോ വലിയ ബന്ധമാണോ എന്ന് ഒരുപക്ഷെ ഇതിന്റെ പിന്നാലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ അന്വേഷിച്ചു കാണും, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് എന്തെങ്കിലും ദുരൂഹതയുള്ളത്.
അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ അവതാരകയായിരുന്നു. ഒരു സിനിമയിൽ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ അറിവിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പൃഥ്വിരാജൊക്കെ അഭിനയിച്ച മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ആളാണ് ദീപ രാഘുൽ ഈശ്വർ എന്നെന്തോ ആണ് മുഴുവൻ പേര്. ടെലിവിഷൻ അവതാരകയായിരുന്നു. ആ രീതിയിൽ വളരെ പ്രശസ്തിയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിൽ മറ്റേതെങ്കിലും നടിമാരോ മോഡലുകളോ ഒക്കെ പരസ്യം ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല, എന്റെ അറിവിലില്ല. പക്ഷെ ഈ വ്യക്തി, അതായത് ഈ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഈ സ്ഥാപനത്തിന് വേണ്ടി പരസ്യം ചെയ്തതായിട്ട് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിളിൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ ആ സ്ത്രീ നിരപരാധിയായിരിക്കാം. അവരെ കൊണ്ട് ഭർത്താവായിട്ടുള്ള രാഹുൽ ഈശ്വർ ജയിച്ചായിരിക്കാം. എന്തിനാണ് ഇതേപോലെ വിവാദത്തിലായ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ കൊണ്ട് ഇങ്ങനെ പരസ്യം ചെയ്യിച്ചത് എന്നൊരു സംശയം ഏതൊരാൾക്ക് വരും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീ രാജേഷ് നാഥന്റെ ഉള്ളിലെ നന്മയാണ്. അതായത് ഇത് വലിയ സംഭവമൊന്നുമല്ലെന്ന് പുള്ളിക്ക് അറിയാം. അപ്പോ ദീപയെ അങ്ങനെ കുറ്റം പറയാൻ പുള്ളിക്കൊരു കുറ്റം പറയാൻ മടിയായപ്പം രാഹുൽ ഈശ്വർ സ്വന്തം ഭാര്യയെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. എന്താ സംഭവം എന്നറിയാവോ? തിരുവനന്തപുരത്ത് തൈക്കാട് സിജീസ് പിസയുണ്ട്. ദീപ, ഞാൻ വെജിറ്റേറിയൻ ആണ്, ദീപ നോൺ വെജിറ്റേറിയൻ ആണ്. ദീപയ്ക്ക് അപ്പം പിസ്സ കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ വേറെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും പിസ്സ ഒക്കെ ഉണ്ട്. ദീപയ്ക്ക് പിസ്സ കഴിക്കാൻ തോന്നി. ദീപ സ്വന്തമായി അവിടെ പോയതാണ്. ഞാൻ ഇത് അറിഞ്ഞു പോലുമില്ല. നമുക്ക് കൂടുതൽ നോക്കണ്ട, ഈ സിജീസ് പിസ്സ എന്ന കടയിൽ പോയി, എന്നിട്ട് അതിനു വേണ്ടി മോഡൽ ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഫേസ്ബുക്കിൽ എടുത്ത സിജീസ് പിസ്സ എന്ന് കാണാം. സിജീസ് പിസ്സ സ്ട്രീറ്റ് എന്നാണ് അതിന്റെ പേര്. അവരുടെ ഇനി മോഡൽ ചെയ്തതൊന്നുമല്ല, അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് പേർ, അതായത് ഏതൊക്കെയോ സിനിമാ താരങ്ങളൊക്കെയാണ്. ശില്പ ബാല അടക്കമുള്ള വ്യത്യസ്ത സിനിമാ താരങ്ങൾ വരുന്നു. ഇതാരായിരുന്നു? ഡിംപിൾ റോസ് അടക്കമുള്ള വ്യത്യസ്ത ആൾക്കാർ വരുന്നു. ഏതോ ഒരു കുഞ്ഞു മോനാണ്. പിന്നെ ഇതാരാ? ശ്രുതി സുരേഷ് ഓഫ് കരിക്ക് ഫെയിം വരുന്നു. ഇവരവരുടെ, അതായത് പിസ്സ കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിരുന്നൊരു സാധനമല്ലേ, അത്രേ ഉള്ളൂ. ഇതാരാ? നിത്യാമാമൻ സിജീസ് പിസ്സ വരുന്നു. ഇതാരാ? എനിക്കറിയില്ല. ഇതാരുടെ പേര്? മഞ്ജു പത്രോസ് ട്രൈയിങ് ഔട്ട് അവർ പിസ്സ. നമ്മുടെ പത്മപ്രിയ, സിനിമാ നടിയായ പത്മപ്രിയ വരുന്നു. ഇതൊന്നും മോഡൽ ചെയ്യുന്നൊന്നുമല്ല. അവിടെ പോയി ഇത് നമ്മുടെ ഇതാരായിരുന്നു? രചന നാരായണൻകുട്ടി വരുന്നു. ദീപ രാഹുൽ ഈശ്വർ വരുന്നു. താങ്ക് യു ദീപ ഫോർ ട്രൈയിങ് ഔട്ട് പിസ്സ. ഇറ്റ് വാസ് എ പ്ലഷർ ടു ഹോസ്റ്റ് യു അറ്റ് ദി തൈക്കാട് ഔട്ട്ലെറ്റ്. ഇതാണ് നമ്മുടെ SNDP യൂത്ത് മൂവ്മെന്റ് അടക്കമുള്ള പല കാര്യങ്ങളിലും വളരെ പ്രോമിനന്റ് ആയ നമ്മുടെ ബിജു പൊപ്പൻ സിനിമാ താരം വരുന്നു. ഇതിന്റെ പ്രശ്നമേ, കാണുന്നതെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊന്നും ചിന്തിക്കരുത്. രാജേഷ് നാഥൻ ഹിന്ദു സ്പിരിറ്റ് ഉള്ള ആളാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ എനിക്ക് ബഹുമാനവും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഗൂഢാലോചനയെ ജീവിക്കരുത്. എപ്പോഴും നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കാൻ മുസ്ലിങ്ങൾ കോപ്പ് കൂട്ടുകയാണ്, ചൈന അങ്ങനെ ചെയ്യുന്നു, പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. കാണുന്നതെല്ലാം ഒരു ഗൂഢാലോചനയുടെ കണ്ണിലൂടെ കാണണം. ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലുകളിലും ദേശീയ ചാനലിലും സംസാരിച്ച വ്യക്തികളൊന്ന് ദീപയാണ്. എസ്പെഷ്യലി സ്ത്രീ സമൂഹത്തിൽ നിന്ന് സ്ട്രോങ് ആണ്. നമ്മുടെ പത്മ പിള്ളജിയും ദീപയും ഒക്കെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. എൻ്റെ മുത്തശ്ശിയെയും അമ്മയാണ് ആദ്യമായിട്ട് ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഞാനൊക്കെ അറസ്റ്റിലായിരുന്നു, ദീപയൊക്കെയാണ് ഏറ്റവും ഫൈറ്റ് ചെയ്തത്. അപ്പോൾ കാണുന്നവരെ എല്ലാവരെയും മനസ്സിലുള്ള മുസ്ലിം വിരോധം കാരണം, ഇസ്ലാമോഫോബിയ കാരണം കരിവാരിത്തേക്കരുത്. ശ്രീ രാജേഷ് നാഥൻജിയും ഞാനും അഭിമാനത്തോടു കൂടി കാണേണ്ടത് അങ്ങും ഞാനും. നമ്മുടെ സമുദായത്തിലെ ഒരു വ്യക്തിയെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പരിശുദ്ധമായ നബിദിന റാലിക്ക് വിളിക്കുന്നെങ്കിൽ അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് രാജേഷ് നാഥൻജി ശ്രദ്ധിക്കൂ, അങ്ങയുടെ ആ ഹിന്ദു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യൂ. നമുക്ക് ആ മുസ്ലിം വിരോധം വേണ്ട. ആ ഇസ്ലാമോഫോബിയ മാറ്റിവെച്ചാൽ ഈ ലോകം ചുറ്റും വളരെ മനോഹരമാണ്. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് രാജേഷ് നാഥൻജി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ ഒന്നും പിന്നിൽ, അതാണ് പ്രശ്നം, നമുക്ക് എല്ലാത്തിൻ്റെയും പിന്നിൽ എന്തോ വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് ചിന്തിക്കുക. അങ്ങ് ആ ചിന്ത മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല, ഞാനിത് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ല, ഞാനിത് ചെയ്യുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ രാജേഷ് നാഥൻ മനസ്സിലാവും. അങ്ങയുടെ മനസ്സിലെ ആ കലി മാറ്റാൻ വേണ്ടിയാണ്, അങ്ങയുടെ മനസ്സിലെ ആ റിവെഞ്ച്, കലിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതങ്ങ് ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.